ഇപ്പോ ഇലക്ഷൻ ആണല്ലോ. അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റ് വരണോ പുതിയ ഗവൺമെന്റ് വരണോ എങ്ങനെയുണ്ട്? നിലവിലുള്ള ഗവൺമെന്റിന് നമുക്ക് താല്പര്യമില്ല. താല്പര്യമില്ല. ഇല്ല. എന്താണ് ഒരു പോരായ്മ ഉള്ളത്? എല്ലാം അതല്ലേ ഉള്ളൂ. എന്താ ഉള്ളത് നല്ലത് പറയാനായിട്ട് മൊത്തത്തിൽ അതല്ലേ ഉള്ളൂ. അതെ. ആ, ഒന്നും നല്ലയില്ല. ഒന്നും നല്ലയില്ല. എല്ലാം അങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ ആര് വന്നാലും കണക്ക് തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കല്ല. Our first day in Kerala. So far, the environment is really good. The road is very good. We are enjoying it. I hope the rest of the 5 days are very good for us with our family. We are staying here. Thank you. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് പിണറായി സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും LDF സർക്കാർ തന്നെ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു നല്ല റോഡാണ്. അതിനു വേണ്ടി അവർ ചെലവഴിച്ച ഒരു എമൗണ്ട് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലുതാണ്. വേറൊരു ഗവൺമെന്റിനും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തന്നെ ഇനിയും തുടരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ഈ ഗവൺമെന്റ് പാവം പിടിച്ചവർക്ക് ഇതുവരെ യാതൊരുവിധ ഗുണങ്ങളും ഞാൻ കണ്ടില്ല. നമ്മളെ പോലുള്ള ടാക്സി ഡ്രൈവർമാർക്കുള്ള ഗുണങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പാവം പിടിച്ചവർക്ക് വീട് വെക്കുന്നതിന് ചിലവ് കൊടുക്കുന്ന രീതിയിൽ ഗവൺമെന്റ് ഒന്നും എത്തിയിട്ടില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങള് ഏറ്റവും നല്ല രീതിയിലാണ് നടന്നത്. 10 വർഷം ലൈഫ് മിഷൻ, PWD റോഡ്, സ്കൂളുകള്, ആശുപത്രികള് എല്ലാം നല്ല രീതിയിലാണ് നടന്നത്. കൊടുത്ത നിലവിൽ സാഹചര്യം വെച്ച് LDF അല്ലാതെ മറ്റൊരു കക്ഷിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലവിലുള്ള പ്രവർത്തനങ്ങൾ നന്നായിരുന്നോ മോശമാണോ? ഇപ്പൊ ഉള്ളത് ഞങ്ങളിപ്പോ കുറച്ച് മുമ്പ് ഈ വഴി വന്നപ്പോഴൊക്കെ റോഡൊക്കെ മോശം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ അടിപൊളിയായി. ഇപ്പൊ യാത്ര ചെയ്യാനൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് നല്ല സുഖമാണ്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. മൊത്തത്തില് സ്കൂള്, ആശുപത്രി കാര്യങ്ങളെല്ലാം ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ആവണം. റോഡ് ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. 21 നമ്മളിപ്പോ 10 വർഷത്തിന് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രിന്റ് എടുത്ത് പഠിച്ചിട്ടുണ്ടോ? പ്രിന്റ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ അടുത്ത വർഷത്തേക്കുള്ള പിള്ളേർക്കുള്ള പുസ്തകങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. യൂണിഫോം വന്നിട്ടുണ്ട്. യൂണിഫോമിന്റെ തയ്യൽ കൂലി വന്നിട്ടുണ്ട്. ഭക്ഷണം ചോറും പയറും മാത്രമല്ല, സാമ്പാറും ബിരിയാണി. നമ്മളിപ്പോ നിലവില് ഓർമ്മയിൽ പവർ കട്ട് ഉണ്ടായിരുന്നോ? പവർ കട്ട്, ലോഡ് ഷെഡിങ്, പവർ കട്ട് ഉണ്ടായിരുന്നോ? 10 വർഷം മുന്നേ 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പദ്ധതികൾ മാറ്റം വന്നത്. അതാണ് മാറ്റം. 10 വർഷത്തിന് ഇപ്പുറത്തേക്കുള്ള മാറ്റം.